രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഇതൊരു ബ്ലാങ്കറ്റ് മോണോലിത്തിക് ആയിട്ട് നമ്മൾ പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഒന്ന്. രണ്ട്, നമ്മുടെ നാട് പ്രത്യേകിച്ച് കേരളത്തിൽ നായർ അടക്കമുള്ള സമുദായങ്ങൾ മാട്രിലീനിയറാണ്. അതായത് മാതൃദായക സമ്പ്രദായം പിന്തുടർന്നവരാണ്. അതായത് ആ സ്ത്രീക്ക് വേണ്ടെന്ന് തോന്നിയാൽ പുരുഷനെ പുറത്താക്കാനുള്ള അധികാരമുണ്ട്. ആലങ്കാരികമായി നമ്മൾ തമാശയ്ക്ക് പറയും പാ എടുത്ത് വെളി വെച്ചിരിക്കുന്ന ഈ പൊക്കോളാൻ എന്ന് പറയുന്ന സമ്പ്രദായങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ റാണിമാരെ കുറിച്ച് എനിക്ക് തിരുവിതാംകൂർ രാജകുടുംബത്തെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് മനു ഹോസ്പിറ്റലൊക്കെ എഴുതിയ എല്ലാ കമന്റിലേക്കും പോകുന്നില്ല. അവർക്കൊക്കെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ വളരെ അധികമായിരുന്നു എന്നൊക്കെയാണ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം പുരുഷന്മാർ 2-3 കാര്യങ്ങൾ ചെയ്യണം. ഈ ബാലൻസ് നിലനിർത്താൻ പുരുഷന് കഴിയണം. ജെൻഡർ വാറിലേക്ക് നമ്മൾ പോകരുത്, ജെൻഡർ കോൺഫ്രണ്ടേഷനിലേക്ക് പോകരുത്. നമുക്ക് മെയിൽ ഷോവനിസ്റ്റും ആകണ്ട, എന്നാൽ തീവ്ര ഫീമെയിൽ ഷോവനിസ്റ്റും ആകണ്ട. ഈ ഫെമിനിസ്റ്റുകൾ പലപ്പോഴും ദീദി ദാമോദരൻ ഇടയ്ക്ക് ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരുന്നു, രാഹുൽ ഈശ്വറിനെ എനിക്ക് വിയോജിപ്പാണ്, പക്ഷേ രാഹുൽ ഈശ്വർ അറ്റ്ലീസ്റ്റ് ഇന്റലക്ച്വലി സത്യസന്ധനായിട്ടാണ് കാര്യം പറയുന്നത്. ബാക്കി പലരും ഈ വെളി ഫെമിനിസം പറയുന്നത് സ്ത്രീകളെ കിട്ടാനുള്ള വളഞ്ഞ വഴിയായിട്ടാണ്.